നമസ്കാരം. താരസംഘൻ്റെ അമ്മയുമായിട്ടുള്ള വാർത്ത തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആശാരവിന്ദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൽ നിന്ന് രാജിവെച്ചു. ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അംഗമായിരുന്നു. സഞ്ജീവനിയിൽ ആക്റ്റീവായിരുന്നു. സഞ്ജീവനി ഡോക്ടർ റോണിയും ആശാരവിന്ദുമായിരുന്നു. ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. പക്ഷേ കഴിഞ്ഞ ദിവസം രാജിവെച്ച കത്ത് രാജിക്കത്ത് അയച്ചിരുന്നത് പ്രസിഡൻറ്റും സെക്രട്ടറിക്കുമാണ് അയച്ചിരുന്നത്. അത് അവരുടെ ഗ്രൂപ്പിൽ അയച്ചിരുന്നു, മെയിലിൽ അയച്ചിരുന്നു. അത് പെട്ടെന്ന് തന്നെ രാത്രി തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ചോർന്ന് കിട്ടുന്നു. എനിക്കും കിട്ടുന്നുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയില്ല, ചോർന്ന് കിട്ടുന്നു. അപ്പോൾ തന്നെ വാർത്ത വരുന്നു. പക്ഷേ അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. നമുക്കൊരു വാർത്ത കിട്ടി ചോർന്നാലാണ് ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആശാരവിന്ദ് രാജിവെച്ച എന്തിനാണ്? പക്ഷേ ആശാരവിന്ദ് രാജിവെക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആശാരവിന്ദ് രാജിവെച്ചപ്പോൾ എഴുതിയത് ഇപ്രകാരമായിരുന്നു. ചുരുക്കി ഞാൻ പറയാം. 2025-2028 കാലയളവിലേക്കുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിശ്വാസത്തോടെയും പിന്തുണയോടെയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ജനറൽ ബോഡി കൈക്കൊണ്ട ഒരു തീരുമാനത്തിനെതിരായി നിലകൊള്ളുന്നത് ശരിയല്ല എന്ന ശക്തമായ ബോധ്യമാണ് എനിക്കുള്ളത്. സംഘടന ജനാധിപത്യപരമായ തീരുമാനങ്ങളെ മാനിക്കുകയും അതിൻ്റെ അന്തസ്സും ഐക്യവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു അംഗത്തിൻ്റെ കടമയാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ ബോധ്യത്തിൽ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും എൻ്റെ വ്യക്തിപരമായ തീരുമാനപ്രകാരം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. ഇതാണ് എൻ്റെ ഉള്ളടക്കം. ജനറൽ ബോഡി തീരുമാനിച്ചു, കമ്മിറ്റി പിരിച്ചുവിടുന്നു, കമ്മിറ്റി പിരിയുന്നു എന്ന് തീരുമാനിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് രാജിവെച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അങ്ങനെയല്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കാരണം സഞ്ജീവനി പദ്ധതിയുമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഇത് ഈ അമ്മയ്ക്കുള്ളിൽ തുടക്കം മുതലുള്ള വിഷയങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ആശാരവിന്ദ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ ഭാഗമായിട്ട് തനിക്കുണ്ടായ തെറ്റാനുഭവത്തിൽ നിന്നാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. സഞ്ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറിയാം, ഡോക്ടർ റോണിയും ആശാരവിന്ദുമായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കയ്യിലൂടെയായിരുന്നു കഴിഞ്ഞ ഭരണസമിതി ഏൽപ്പിച്ചിരുന്ന ഈ സഞ്ജീവനിലെ മെഡിസിൻ നൽകുന്നതിന്. പിന്നീട് റോണി വന്ന ശേഷം റോണി ഒരു ഡോക്ടറായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ പോകണമെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മാത്രമെന്ന് പറയുന്നു. പിന്നീട് തിരുവനന്തപുരം വേറെ ആൾക്ക് ഏൽപ്പിക്കുന്നു, കൊച്ചി വേറെ ആൾക്ക് ഏൽപ്പിക്കുന്നു. അതിൽ പൈസയുടെ തിരിമറി നടത്തിയെന്ന് പറയുന്നു. ആ പൈസയുടെ തിരിമറിയും കാര്യങ്ങളും GST അടച്ചില്ല, അങ്ങനെയൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഞാൻ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ വലിയ തിരിമറി നടന്നു. പക്ഷേ അതൊന്നും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതും വാസ്തവമാണ്. വെറുതെ ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഡോക്ടർ റോണിയും ആശാരവിന്ദുമായിട്ട് ആശയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ ഗ്രൂപ്പിൽ വിഷയങ്ങളുണ്ടായിരുന്നു. ഈ സഞ്ജീവനി പദ്ധതിയിലുള്ളവരും ആ ഗ്രൂപ്പിലായിരുന്നു വിഷയമുണ്ടായിരുന്നത്. ഞാൻ ആശാരവിന്ദ് പറഞ്ഞൊരു വാക്ക് ഞാൻ മറ്റൊരാളിൽ നിന്ന് പറഞ്ഞതാണ്. ഡോക്ടർ റോണി ഡോക്ടറാണെങ്കിൽ ഞാൻ കമ്പൗണ്ടർ അല്ല എന്ന് ഓർമ്മപ്പെടുത്തി. എന്ന് വെച്ചാൽ റോണി എല്ലാം കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഞാൻ കമ്പൗണ്ടറായിട്ടിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ആശാരവിന്ദ് ഒരു സമയത്ത് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ വിഷയങ്ങളൊക്കെ ഉണ്ടായി, ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ഈ ആശാരവിന്ദ് ഈ രാജിയുടെ പിന്നിൽ ഇത്തരം കാരണങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ രാജിവെച്ചവരുടെ എണ്ണം കൂടുന്നു. ഇനി രാജിക്ക് ഒരുങ്ങാൻ ആളുകളുണ്ട് എന്നാണ് എനിക്ക്. ഇനിയും രാജി ഉണ്ടാകും. കാരണം ആ ഗ്രൂപ്പിൽ ഭയങ്കര പ്രശ്നമാണ്. ശ്വേതാ മേനോൻ കോടതി ഈ പോരാടി നേടിയതാണ് ഈ കമ്മിറ്റി തുടർന്ന് പോകാമെന്നുള്ളത്. പക്ഷേ അവിടെയും ഐക്യമില്ലായ്മ കാണുന്നുണ്ട്. അവിടെ ജനറൽ സെക്രട്ടറിയും ശ്വേതയുമായി ചർച്ച കുറവുണ്ടെന്ന് പറയുന്നു. നീനാക്കുറുപ്പുമായിട്ട് ചർച്ച കുറവുണ്ടെന്ന് പറഞ്ഞു. ഇതിനെന്തിനാണ് ഇവരുടെ ചർച്ച കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും രാജി ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അടുത്ത ദിവസം തന്നെ രാജി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 27-ാം തീയതിയാണ് കോടതിയിൽ കേസ് നിൽക്കുന്നത്. അത് അറിഞ്ഞിട്ടായിരിക്കും അടുത്ത പദ്ധതിയുമായിട്ട് പോവുക എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ആശാരവിന്ദ് രാജിയോട് കൂടി രാജിയുടെ എണ്ണം കൂടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 11 പേരിലേക്ക് പോവുകയാണ്. 17 പേരുള്ള സംഘടനയിൽ 11 പേരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നു. ഇനിയും എണ്ണം കുറയുമ്പോൾ എത്ര പേര് രാജിവെക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു അംഗസംഖ്യ കുറവാണെങ്കിൽ ആളുകൾ എടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ആ കമ്മിറ്റിയിൽ ആളുകളെ എടുക്കാനുള്ള പവറുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുക. ബൈലോ പ്രകാരം അവർക്ക് ഇനിയും പുതിയ ആളുകൾ എടുത്ത് വെക്കാനുള്ള പവറുണ്ട് എന്നാണ്. പക്ഷേ അതിനൊന്നും ഇവിടെ ഒരു രീതിക്കും ഒത്തുതീർപ്പിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞ സാധ്യം ഇത് തന്നെയാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം അമ്മയുടെ പെൺമക്കൾ എന്നുള്ള ഗ്രൂപ്പായിരുന്നു. അത് പിന്നെ പറഞ്ഞ് പെൺമക്കൾ എന്നുള്ള ഗ്രൂപ്പായി. ആ ഗ്രൂപ്പിൽ വലിയ വിഷയങ്ങളുണ്ടായി. ശ്വേതാമേനോൻ തുടരണോ, ശ്വേതാമേനോന് പകരം ഇലക്ഷൻ വേണോ, ജനറൽ ബോഡി വേണമെന്നൊക്കെ ഒരു വോട്ടിംഗ് ഒക്കെ നടക്കുകയും മാലാപ്പർവ്വതയുടെ ഓഡിയോ പുറത്തു വരികയും ചെയ്തു.
അവിടെ ഒരു 2 കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ഇതിനു മുമ്പ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഉഷാ ഹസീനയുടെ ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടാക്കി മാലാപർവതിയൊക്കെ ആ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. പിന്നീട് ഇപ്പോൾ ശ്വേതാമേനോൻ്റെ വിഷയം വന്നപ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് മാലാപർവതി ആ ഗ്രൂപ്പിൽ കയറ്റുകയും മാലാപർവതിയുടെ ഓഡിയോ തന്നെ പുറത്തും പോന്നു. പക്ഷേ അന്നൊക്കെ ഓഡിയോ പുറത്തുപോയി ഇതൊക്കെ പോയതിനെ കുറിച്ച് ഏറ്റവും വലിയ വിഷയമുണ്ടാക്കിയ ആളായിരുന്നു മാലാപർവതി. പക്ഷേ മാലാപർവതി ഓഡിയോ പോയപ്പോൾ അത് ആര് കൊടുത്തു, എന്തിനു കൊടുത്തു എന്ന്, എങ്ങനെ ലീക്കായി എന്ന് ചോദ്യചിഹ്നം ഇവിടെ ആരും ഉന്നയിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. മുഖ്യധാര എന്ന് പറയുമ്പോൾ അവരുമായിട്ട് അടുപ്പമുള്ളവർക്ക് ചില ആളുകൾക്ക് ഈ ഓഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആര് കൊടുത്തു എന്ന്, എന്തിനു കൊടുത്തു എന്നൊന്നും ചോദ്യം മാലാപർവതി ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മാലാപർവതി അതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന, പക്ഷേ ആ ഓഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഒരു അനക്കമുണ്ടായിട്ടില്ല. പണ്ട് ഈ മാലാപർവതി ഇങ്ങനെ ഓഡിയോ ലീക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരു ഓൺലൈൻ മാധ്യമം കിട്ടുന്നു. അന്ന് പെൺമക്കൾ ഗ്രൂപ്പിൽ നിന്ന് പല കാര്യങ്ങൾ പുറത്തും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഒരാൾക്ക് മാത്രം കിട്ടുന്നു. എൻ്റെ പേരെടുത്ത് വരെ വിമർശിച്ച മാലാപർവതി എന്തുകൊണ്ട് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു പോകുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഒരു സംശയത്തിൻ്റെ മുന്നിലേക്ക് പോകണം. എന്തായാലും മാലാപർവതി അത് ആരാണ് ചോർത്തിയതെന്ന് കണ്ടെത്താനുള്ള ആർജവം കാണിക്കണമെന്നും കൂടെ നമ്മൾ പറയുകയാണ്. കാരണം ഇങ്ങനെ നിങ്ങളിടുന്ന ഓഡിയോ ഒക്കെ ചോർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. എന്തായാലും ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മയിലെ പ്രതിസന്ധി കൂടുകയല്ലാതെ കുറയുന്നില്ല. ഉണ്ണി ശുവാല വന്ന് കണക്ക് നൽകിയാൽ മാത്രമേ ഈ കണക്ക് കൃത്യമായിട്ട് പുറത്തുവിടാൻ കഴിയൂ. ഉണ്ണി ശുവാല അതിന് സഹകരിക്കുന്നില്ല. ഉണ്ണി ശുവാല വരണമെങ്കിൽ അന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാൽ മാത്രമേ താൻ കണക്ക് അവതരിപ്പിക്കാൻ, ഈ കണക്ക് ഏൽപ്പിക്കാൻ വരികയുള്ളൂ എന്നുള്ളൊരു പിടിവാശിയിൽ നിൽക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ണി ശുവാല വരാതെ ഈ പ്രശ്നം തീരില്ല. കണക്ക് അവതരിപ്പിച്ച് ഈ സ്ഥാനത്തിൽ നിന്ന് മാറണമെന്ന് ആർക്കെങ്കിലും ചിന്താഗതി ഉണ്ടെങ്കിൽ ഉണ്ണി ശുവാലിനെ വിളിച്ച് മാപ്പ് പറയണം. എന്നാൽ മാത്രമേ അദ്ദേഹം വരുമെന്ന് പറയും. അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ എലക്റ്റഡാണ്, ഞാൻ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രീതിക്കൊന്നും നിൽക്കില്ല എന്നൊക്കെ അദ്ദേഹം വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കണക്ക് അവതരിപ്പിക്കാതെ, കണക്ക് കൊടുക്കാതെ ഈ പ്രശ്നം തീരില്ല. കണക്കിലാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് എപ്പോഴും പറയുന്നു. ശ്വേതാമേനോൻ അതുമായി ബന്ധപ്പെട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നവരെ പോരാടുന്നു ശ്വേതാമേനോൻ പറയുന്നുണ്ടെങ്കിലും ഉണ്ണി ശുവാൽ വന്ന് കണക്ക് കൊടുത്തില്ലെങ്കിൽ ഇവർ കേസിന് പോകേണ്ടതായി വരും. കേസിന് പോയാൽ മാത്രമേ ഉണ്ണി ശുവാൽ വരികയുള്ളെങ്കിൽ അങ്ങനെ വരികയുള്ളൂ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. എന്തായാലും അമ്മയിൽ നിന്നുള്ള രാജികൾ തുടരുന്നു. ഇനിയും രാജി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല.